ഹായ് ഹലോ നമസ്കാരം നക്ഷത്രാസ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനലിലൂടെ മുതൽ മുടക്കില്ലാതെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്ന സംരംഭങ്ങളെക്കുറിച്ചും ചെറിയ മുതൽ മുടക്കിലൂടെ തുടങ്ങാൻ സാധിക്കുന്ന സംരംഭങ്ങളെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാനും മറക്കരുത്. ഒരുപാട് പ്രയോജനപ്രദമായ ധാരാളം വീഡിയോകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, കാണണേ. അപ്പോൾ ഇന്ന് നമ്മൾ 3 പ്രധാനപ്പെട്ട ബിസിനസ് ആശയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ 3 ആശയങ്ങളും നമ്മൾ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, എല്ലാവരും സാധാരണഗതിയിൽ തുടങ്ങുന്നത് തന്നെയാണ്. എങ്കിലും പ്രത്യേക ചില ഏരിയകളിൽ, പ്രത്യേക ലൊക്കേഷനുകളിൽ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ബൂസ്റ്റപ്പ് ചെയ്ത് വിജയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു രീതി എങ്ങനെയാണ് ആ ബിസിനസ്സിൻ്റെ വിജയം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത്. ആദ്യത്തെ സംരംഭം ഫാൻസി സ്റ്റോർ ആണ്. അപ്പോൾ ഫാൻസി സ്റ്റോർ തുടങ്ങാൻ മുതൽ മുടക്ക് വേണ്ടേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇതിനൊരൽപ്പം മുതൽ മുടക്ക് വേണ്ട കാര്യം തന്നെയാണ്. അത് ഏത് രീതിയിൽ തുടങ്ങണം എന്നുള്ളതാണ് കാര്യം. ഫാൻസി ഷോപ്പുകൾ നമ്മൾ സാധാരണഗതിയിൽ എല്ലായിടത്തും കണ്ടിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ നല്ല വ്യത്യസ്തമായ രീതിയിൽ വളരെ അട്രാക്റ്റീവായിട്ട്, നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്കൊരു ആ ഒരു സ്റ്റോറിലേക്ക് കയറി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന രീതിയിൽ നല്ല അട്രാക്റ്റീവായിട്ട് ചെയ്യണം ആ ഒരു ഫാൻസി ഷോപ്പ്. അതിനകത്ത് എല്ലാ ലേഡീസ് ഐറ്റംസും വേണം. ആ രീതിയിൽ വളരെ മികച്ചതായിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ട് ഒരു സ്റ്റോറിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ ഒരിക്കലും പിന്നെ എല്ലാ ദിവസവും അവിടെ കയറാൻ തോന്നണം അവർക്ക്. ആ രീതിയിലുള്ള ഒരു അട്രാക്റ്റീവായിട്ടൊരു ഫാൻസി സ്റ്റോർ ഫുൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പോസിറ്റീവ് എനർജി കിട്ടത്തക്ക രീതിയിൽ ഒരു മിൽക്കി വൈറ്റോ വൈറ്റ് കളറിലെയോ ഷെൽഫ് ഫുള്ള് വൈറ്റ്, ക്യാബിനെല്ലാം വൈറ്റ്, അങ്ങനെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ അതിൻ്റെ ബോർഡ് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ പേര് മാത്രം നല്ല കളർഫുൾ ആയിരിക്കണം. ആ ഒരു രീതിയിൽ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആളുകൾക്ക് കയറാൻ തോന്നും ആ ഷോപ്പിൽ. രണ്ടാമത്തെ സംരംഭമാണ് ഒന്നെങ്കിൽ ഒരു ഐസ്ക്രീം പാർലർ അല്ലെങ്കിൽ ഒരു കോഫി ഷോപ്പ്. ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം ഒറ്റ ഒരു സംരംഭമായിട്ട്. അപ്പോൾ ഇവിടെയും നമ്മൾ നല്ലൊരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ലൈറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നെങ്കിൽ നമുക്കൊരു ഓപ്പൺ സ്പേസും കൂടെ കിട്ടുന്ന രീതിയിൽ വളരെ വൈഡ് ആയിട്ടുള്ളൊരു രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു ട്രഡീഷണൽ രീതിയിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് വളരെ കൂളിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ഇതും അട്രാക്റ്റീവ് ആയിരിക്കണം, നീറ്റ് ആയിരിക്കണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. മൂന്നാമത്തെ സംരംഭമാണ് ലേഡീസ് ബ്യൂട്ടി പാർലർ. ബ്യൂട്ടി പാർലറൊക്കെ എല്ലാവരും തുടങ്ങുന്നതല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷെ ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ അറ്റ്മോസ്ഫിയർ നമ്മൾ ടോട്ടലി അങ്ങ് ചേഞ്ച് ചെയ്യുന്നു. നല്ലൊരു ക്രിയേറ്റീവ് ഐഡിയ ഒക്കെ വെച്ചിട്ട് നല്ലൊരു ഈ എല്ലായിടത്തും ഞാൻ ഈ പറയുന്നു പോസിറ്റീവ് വൈബ് ഉണ്ടായിരിക്കണം. അതേപോലെ നമുക്കിപ്പോൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഓരോ കസ്റ്റമേഴ്സ് വരുമ്പോഴും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കേണ്ട സ്ഥലമാണ് ഒരു ബ്യൂട്ടി പാർലർ എന്നൊക്കെ പറയുന്നത്. അപ്പം നമുക്ക് അവിടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരു വെയിറ്റിംഗ് ഒരു പ്രത്യേക ഏരിയ സെറ്റ് ചെയ്യാം. അവിടെ ഒരു ടെലിവിഷൻ വെക്കാം, അല്ലെങ്കിൽ ഒരു ബുക്ക് ഷെൽഫ് വെക്കാം. അത് ആ ബുക്ക് ഷെൽഫൊക്കെ വെക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ആ ഒരു രീതി ഒരു സാധാരണ ബ്യൂട്ടി പാർലറിലേക്ക് നമ്മൾ കയറി ചെല്ലുന്ന ഒരു രീതി അല്ലാതെ നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അങ്ങനെ ഒരു ബ്യൂട്ടി പാർലർ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടേക്ക് കസ്റ്റമേഴ്സ് അറിയാതെ അങ്ങ് വരും. അതുകൊണ്ട് ഇന്ന് ഈ 3 സംരംഭങ്ങൾ പ്രത്യേകമായി എടുത്തു പറയുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമുണ്ട്. നമ്മൾ താമസിക്കുന്നത് പീരുമേട്ടിലാണ്. അപ്പം നമ്മുടെ തൊട്ടടുത്ത ജംഗ്ഷനാണ് കുട്ടിക്കാനം. കുട്ടിക്കാനം എന്ന് പറയുന്നത് 3 സ്ഥലങ്ങളിൽ നിന്നും ഒരു റോഡ് വരുന്ന ഒരു ജംഗ്ഷനാണത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ എപ്പോഴും ആളുകളുടെ തിരക്കാണ്. അവിടെ 2 കോളേജസ് ഉണ്ട്, സ്കൂളുണ്ട്, മറ്റ് പല ഓഫീസുകളുണ്ട്, ഹോം സ്റ്റേകളുണ്ട്. അപ്പം ആളുകൾ എപ്പോഴും വന്നും പോയി വന്നിരിക്കുന്ന ഒരു ടൂറിസം ഏരിയയും കൂടെ ആയതുകൊണ്ട് എപ്പോഴും അവിടെയുള്ള കടകളിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്, എപ്പോഴും തിരക്കാണ്. എന്നൊരു ലൈവായിട്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ എപ്പോഴും ഉള്ളത്. കുട്ടിക്കാലത്തെ ഷോപ്പുകളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ കോളേജ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇവരാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അവരെ ബേസ് ചെയ്തിട്ടാണ് ആ ഷോപ്പുകളെല്ലാം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ച സമയത്തൊക്കെ അങ്ങോട്ട് കയറി ചെല്ലാനേ പറ്റത്തില്ല. ഭയങ്കര തിരക്കായിരിക്കും, നല്ല റഷായിരിക്കും. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ ഈ 3 സംരംഭങ്ങളും തുടങ്ങാൻ ഉചിതമായ സ്ഥലങ്ങൾ, ലൊക്കേഷൻസ് ആണ്. ഒന്ന് ഈ കോളേജ് ജംഗ്ഷൻസ് അല്ലെങ്കിൽ നമുക്ക് ടൂറിസം ഏരിയ. അപ്പോൾ ടൂറിസം ഏരിയയിലൊക്കെ സാധാരണ ഇങ്ങനത്തെ ഷോപ്പുകൾ ധാരാളം ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ നമ്മൾ തുടങ്ങുന്ന ആ ഒരു സ്റ്റൈലിൻ്റെ ഡിഫറൻസ്, അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ഡിഫറൻസ്, ആ ഒരു ഫ്രണ്ട്ലി അപ്രോച്ച്, അതിൻ്റെ ഒരു അട്രാക്ഷൻ, ഇതൊക്കെ തന്നെയായിരിക്കും ആ ബിസിനസ്സിനെ വളർത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ലൊക്കേഷൻസിൽ നമ്മൾ ഈ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100% വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരും.
നമ്മുടെ കയ്യിൽ വ്യക്തമായ ഒരു ആശയവും അത് എങ്ങനെ ചെയ്യണം, എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു ധാരണയും നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയൽ ഓഫീസ് വഴി നമുക്ക് പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ റെഡിയാക്കിക്കൊണ്ട് ലോൺ എടുത്തുകൊണ്ട് തന്നെ ഈ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ 100% വിജയിക്കുന്ന സംരംഭങ്ങളായതുകൊണ്ട് തന്നെ ലോൺ എടുക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ലോൺ എടുക്കുന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മുമ്പൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, സംരംഭങ്ങൾക്ക് ആവശ്യമായ ഗവൺമെൻറ് ലോണുകൾ നൽകുന്നതിനെക്കുറിച്ച്. ആ വീഡിയോ ഒന്ന് കണ്ടാൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. പ്രയോജനപ്രദമായ മറ്റ് ബിസിനസ് ഐഡിയകളുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.